ഇന്ന് നമ്മുടെ ഡൂഡിൽ ആർട്ടിൻ്റെ സീരീസിൻ്റെ 3ാമത്തെ എപ്പിസോഡാണ്. അതായത് 3 ദിവസം മുന്നേ ഞാനൊരു ഡൂഡിൽ ആർട്ടിൻ്റെ സീരീസ് തുടങ്ങിയായിരുന്നു. ഒരു കുഞ്ഞു ബുക്കിൽ നിറയെ ഡൂഡിൽ ആർട്ട് ചെയ്യാമെന്നുള്ളതിൽ. അപ്പോൾ ഇന്ന് 3ാമത്തെ പേജാണ്. അപ്പോൾ 3ാമത്തെ എപ്പിസോഡല്ലേ. കഴിഞ്ഞ വീഡിയോയിൽ എന്നെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോയിലും വീണ്ടും എന്നെക്കുറിച്ച് പറയേണ്ടതെന്ന് വിചാരിച്ചിട്ട് എനിക്കിഷ്ടമുള്ള എന്തെങ്കിലും പിക്ചർ വരക്കാമെന്ന് വിചാരിച്ചു. അതിനായിട്ട് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് ഐസ്ക്രീമാണ്. ഐസ്ക്രീം ഇഷ്ടമില്ലാത്തവരായിട്ട് ആരാ ഉണ്ടാവുക? എനിക്ക് വലിയ ഇഷ്ടമൊന്നുമല്ല കേട്ടോ. പ്രത്യേകിച്ച് എനിക്ക് മധുരങ്ങളോട് വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ്. എനിക്ക് കൂടുതലിഷ്ടം ചിക്കനാണ്. ചിക്കൻ എങ്ങനെ കിട്ടിയാലും ഞാൻ കഴിക്കും. പക്ഷെ മധുരത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ഒരു ഐസ്ക്രീമും ഡയറി മിൽക്കുമാണ്. വേറൊന്നും എനിക്ക് അത്ര വലിയ ഇഷ്ടമില്ല കേട്ടോ. അതായത് അഡിക്റ്റഡ് ആയിട്ടുള്ള ഇഷ്ടമില്ല എന്നാണ്. കിട്ടിയാൽ തിന്നുമൊക്കെ ചെയ്യും കേട്ടോ, കുറച്ചൊക്കെ. അപ്പോൾ ഐസ്ക്രീംസ് ഇങ്ങനെ ബുക്കിൽ നിറയെ പല ഷേപ്പിലുള്ള ഐസ്ക്രീംസ്, പല വിധത്തിലുള്ള ഐസ്ക്രീംസാണ് ഞാനിവിടെ വരച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് ഏത് ഐസ്ക്രീംസാണ് ഇഷ്ടം? എനിക്ക് ഈ കോൺ ഐസ്ക്രീമിൽ ചോക്ലേറ്റാണ് ഇഷ്ടം. ഫേവറേറ്റ് ആയിട്ടുള്ളത് ചോക്ലേറ്റ് തന്നെയാണ്. കൂടുതലും ഞാൻ കഴിക്കാറ് ചോക്ലേറ്റാണ്. കാരണം എനിക്ക് മധുരം അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് ചോക്ലേറ്റിൽ കുറച്ച് കയ്പും കൂടി ഉണ്ടാവില്ലേ. പിന്നെ എനിക്ക് ബ്ലാക്ക് കറൻറ്റും കൂടി ഇഷ്ടമാണ് കേട്ടോ. അപ്പം നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഐസ്ക്രീം കൂടി നിങ്ങൾ പറയണേ. അപ്പം ഞാൻ ഇതുപോലെ ഒരു പെന്ന് വെച്ചിട്ടാണ് വരയ്ക്കുന്നത് കേട്ടോ. ഫ്രീ ഹാൻഡായിട്ട് എനിക്ക് തോന്നിയ പോലെ കുറച്ച് പിക്ചേഴ്സ് സെലക്ട് ചെയ്തിട്ടാണ് വരച്ചു കൊടുക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഞാൻ ഐസ്ക്രീം എന്നൊക്കെ എഴുതി കൊളാക്കിയായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് തോന്നിയായിരുന്നു എഴുതേണ്ടിയായിരുന്നു എന്ന്. എഴുതിയത് അത്ര അങ്ങോട്ട് മേന വന്നില്ലായിരുന്നു. എന്നാലും സാരില്ല, സൈഡിൽ അവിടെ ഇരിക്കട്ടെ. മനസ്സിലാവുന്നുണ്ടല്ലോ അതാണ് എഴുതിയതെന്ന് വിചാരിച്ചിട്ട് അവിടെ തന്നെ വെച്ചു കേട്ടോ. പിന്നെ അറഞ്ചും പുറഞ്ചും കുറച്ച് ലവ് ചിഹ്നം കൂടിയും വരച്ചു കൊടുത്തു. കുറച്ച് സ്റ്റാറും കുറച്ച് ഡോട്ടും കുറച്ച് മഴത്തുള്ളി പോലെയൊക്കെ വരച്ചു കൊടുത്തിട്ട് നമ്മുടെ പിക്ചർ ഇവിടെ ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ. ഓക്കെ.